രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് ആരംഭമാവുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ രാവിലെ 11 ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. 17ാം ലോക്സഭയുടെ അവസാന ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ബജറ്റ് സമ്മേളനം അടുത്ത മാസം 9-ന് അവസാനിക്കും. നാളെയാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര ബജറ്റ്. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് ജനകീയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തിക സർവേ ഇല്ലാതെയാണ് ഇത്തവണ കേന്ദ്ര ബജറ്റ്. സാമ്പത്തിക സർവേക്ക് പകരം ധനമന്ത്രാലയം 10 വർഷത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ട് പുറത്തിറക്കി. അടുത്ത വർഷം 7% വളർച്ചാ നിരക്ക് നേടുമെന്നും 2030-ൽ $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നാളെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ പാർലമെന്റിൽ സർക്കാരിനെതിരെ ഉയർത്തും. സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിൻവാതിൽ ഇടപെടൽ നടത്തിയെന്ന ആരോപണം മുതൽ മണിപ്പൂർ കലാപം വരെ സർക്കാരിനെതിരെ ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. റിപ്പോർട്ടർ, ദില്ലി.